Meet the editors. മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ ഗൺമാൻമാർക്കെതിരെ ഇപ്പോൾ നടപടി വരുന്നു. അവരെ പ്രതികളാക്കി കോടതിയിൽ SIT റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. 5 പേർക്കെതിരെയാണ് SIT റിപ്പോർട്ട്. അതിൽ അനിൽ കല്ലിയൂരുണ്ട്, സന്ദീപുണ്ട്. പണി വേഗത്തിൽ തുടങ്ങിയോ എന്നുള്ളതാണ് ചോദ്യം. ആദ്യം നമുക്കൊപ്പം പിയാസുനിലുണ്ട് ഡൽഹിയിൽ നിന്നും. പിയാസുനിൽ, വളരെ വേഗമാണ് SITയുടെ നീക്കങ്ങൾ. ഒരാഴ്ചയെന്ന് പ്രതീക്ഷിച്ചു, 4-ാം ദിവസം SIT റിപ്പോർട്ട് തയ്യാറാണ്. പക്ഷേ അതിൽ തന്നെ വളരെ ഗുരുതരമായ ചില കണ്ടെത്തലുകൾ കൂടിയുണ്ട്. ഇപ്പോഴും കഴിഞ്ഞ തവണയും സംശയത്തിന് മുൾമുനയിൽ നിന്ന ADGP അജിത് കുമാർ ഈ കേസിലും ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ആ റിപ്പോർട്ടിലെ ഒരു പ്രസക്തമായ ഭാഗം. 5 പേർക്കെതിരെയാണ്, അവരെ പ്രതികളാക്കിയാണ് കേസ് ചേർത്തിരിക്കുന്നത്. ക്ലീൻ ചിറ്റ് കൊടുത്ത കേസാണ് കഴിഞ്ഞ തവണ. അതിൽ തുടരന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടത് കോടതിയാണ്. ആ വിഷയത്തിലാണ് SIT 4 ദിവസം കൊണ്ട് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. പണി തുടങ്ങിയോ? പണി തുടങ്ങിയെന്ന് തന്നെ പറയാം. ഏതായാലും ഇപ്പോൾ SIT നൽകിയിരിക്കുന്ന ഈ റിപ്പോർട്ട് അതീവ ഗൗരവമുള്ളതാണ്. ഈ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതാണ്. അതല്ല എങ്കിൽ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണെന്ന് തന്നെ പറയാം. കാരണം നവകേരള സദസ്സ് എന്ന് പറയുന്ന ആശയം വളരെ നല്ല ആശയമായിരുന്നു. ആ ആശയത്തിന്റെ എല്ലാ നല്ല സാധ്യതകളെയും ഇല്ലാതാക്കുന്നതായിരുന്നു ആലപ്പുഴയിൽ നടന്ന പോലീസ് നടപടി എന്ന് പറയുന്നത്. ആ ദൃശ്യങ്ങളിൽ തന്നെ നമ്മൾ ആവർത്തിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന ആ ദൃശ്യങ്ങളിൽ തന്നെ വളരെ വ്യക്തമാണ്. വളരെ ജനാധിപത്യപരമായി പ്രതിഷേധിക്കുന്ന ചെറുപ്പക്കാർ, AD തോമസ് ഉൾപ്പെടെയുള്ളവർ, മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന ബസ് കടന്നുപോയതിനു ശേഷം അദ്ദേഹത്തിന്റെ പുറകെ വന്ന പോലീസ് വാഹനം നിർത്തുന്നു. അതിൽ നിന്ന് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ, മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഈ ചെറുപ്പക്കാരെ, അതായത് അവിടുത്തെ ലോക്കൽ പോലീസ് അവരെ കസ്റ്റഡിയിലെടുത്ത് മാറ്റി നിർത്തിയിരിക്കുന്ന ഈ ചെറുപ്പക്കാരെ അതിക്രൂരമായി മർദ്ദിക്കുകയാണ്. അവരുടെ തലയെന്നോ ഉടലെന്നോ നോക്കാതെ എല്ലാ സർവീസ് ചട്ടം, പോലീസ് ചട്ടത്തിൽ എന്താണോ പറയുന്നത് അത് പൂർണ്ണമായി ലംഘിച്ചുകൊണ്ട് അതിക്രൂരമായി മർദ്ദിക്കുകയാണ്. അത് ആ ഒരു മർദ്ദനം സംബന്ധിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യമുണ്ടായപ്പോൾ അന്ന് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടിയും തീർച്ചയായും അത് വലിയ ജനരോഷത്തിന് കാരണമായിട്ടുണ്ട്. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി മുഖ്യമന്ത്രിയെ രക്ഷിക്കാനായി അവർ നടത്തിയ രക്ഷാപ്രവർത്തനം എന്ന നിലയിലാണ്. അതുകൊണ്ട് തന്നെ ഇത് വലിയ എതിർപ്പിന് കാരണമായിട്ടുണ്ട്. AD തോമസ് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെ ഉണ്ടാകുന്നത് ആലപ്പുഴയിൽ നടത്തിയിട്ടുള്ള ഈ രക്ഷാപ്രവർത്തന മർദ്ദനത്തിന്റെ പേരിലാണ് എന്ന് നമ്മൾ ഓർക്കണം. അവിടെ PP ചിത്തരഞ്ജൻ എന്ന് പറയുന്ന മത്സ്യത്തൊഴിലാളികളുടെ നേതാവായ ഒരു കാരണവശാലും പരാജയപ്പെടാൻ ഒരു സാധ്യതയുമില്ലാത്ത ഒരു നേതാവ് അവിടെ പരാജയപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് ഈ നവകേരള സദസ്സിലെ പോലീസ് നടപടിയുടെ ഭാഗമായിട്ടുണ്ടായ പ്രതികരണങ്ങളും ആ പോലീസ് നടപടിയും ആ പോലീസുകാരെ സംരക്ഷിച്ചതിലുള്ള ഒരു തിരിച്ചടിയാണ് എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. ഏതായാലും ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിൽ വന്നു. ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ തന്നെയാണ് ഈ സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. ആ അന്വേഷണം പ്രഖ്യാപിച്ച് ഇതാ ഒരാഴ്ച പിന്നിടുന്നതിന് മുൻപേ തന്നെ ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ട് വരികയാണ്. ആ അന്വേഷണ റിപ്പോർട്ടിൽ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ കേസ് അട്ടിമറിക്കാനുള്ള നീക്കം നടന്നിട്ടുണ്ട്. ആ കേസ് അട്ടിമറിക്കാനായി MR അജിത് കുമാർ എന്ന് പറയുന്ന ഈ ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP നേരിട്ട് ഇടപെട്ടു എന്നാണ് പറയുന്നത്. ADGP നേരിട്ട് ഇടപെട്ടു എന്ന് മാത്രമല്ല, ഈ പോലീസ് നടപടി ഗുരുതരമായ ക്രിമിനൽ നടപടിയാണ്, അങ്ങനെ തന്നെ അതിനെ കാണണം, ഈ പോലീസുകാർക്കെതിരെ, ഈ ഗൺമാൻമാർക്കെതിരെ നടപടി വേണം എന്നാവശ്യപ്പെട്ട് അവിടുത്തെ SP ആയിരുന്ന ചൈത്ര തെരേസ ജോൺ നൽകിയ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പ് അത് മൂടിവെച്ചു, പൂഴ്ത്തിവെച്ചു എന്നാണ് ഇപ്പോൾ ഈ SITയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. മാത്രമല്ല, ആ റിപ്പോർട്ടിലെ കണ്ടെത്തലുകളിൽ മാറ്റം വരുത്താനായി DYSP സുനിൽ രാജിനെ രഹസ്യമായി 2 തവണ MR അജിത് കുമാർ വിളിച്ചു വരുത്തിയെന്നും അങ്ങനെ ആ റിപ്പോർട്ടിൽ തിരുത്തൽ വരുത്തി ആ റിപ്പോർട്ട് മാറ്റി എഴുതിച്ച് വലിയ അട്ടിമറി നടത്തി MR അജിത് കുമാർ എന്നാണ് SITയുടെ കണ്ടെത്തലിൽ പറയുന്നത്. അതുകൊണ്ട് ഇതിപ്പോൾ ഈ 5 പോലീസുകാർക്കെതിരെ മാത്രമല്ല, അതിന് മുകളിലേക്ക് തീർച്ചയായും ഈ അന്വേഷണം നീളാനുള്ള സാധ്യതയുണ്ട്. സ്വാഭാവികമായും SITയുടെ ഈ അന്വേഷണ റിപ്പോർട്ട് കോടതി പരിശോധിക്കും. അതിനുശേഷം എന്തുകൊണ്ട് ഈ ഒരു അന്വേഷണ റിപ്പോർട്ട് ഇങ്ങനെ തിരുത്തപ്പെട്ടു, ഈ അട്ടിമറിക്കപ്പെട്ടു എന്ന ചോദ്യം സ്വാഭാവികമായും കോടതിയിൽ നിന്നുണ്ടായാൽ തീർച്ചയായും പിന്നീട് ഈ സർക്കാരിന്റെ, ഈ SITയുടെ അല്ലെങ്കിൽ സർക്കാരിന്റെ അന്വേഷണം പോകാൻ പോകുന്നത് MR അജിത് കുമാറിലേക്കായിരിക്കും. അങ്ങനെ MR അജിത് കുമാറിൽ നിന്ന് അത് എത്രത്തോളം മുകളിലേക്ക് പോകും എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം. പക്ഷേ കേരള പോലീസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ചൊരു ഫോഴ്സാണ്. ഇപ്പോൾ ഈ ആലപ്പുഴയിൽ നടന്നിരിക്കുന്നത് ചില പോലീസുകാർ, അതായത് ഒരു 5% പോലീസുകാർ ഇങ്ങനെ തന്നെയാണ്. അവർ പോലീസിന്റെ മൊത്തം പ്രതിച്ഛായ തകർക്കുന്ന രീതിയിൽ, അവരുടെ എല്ലാ ക്രെഡിബിലിറ്റിയും തകർക്കുന്ന രീതിയിൽ പല കാലത്തും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇത്തരം നടപടികൾ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള യാത്രയിലെ പോലീസ് നടപടികൾ
നടപടികളെല്ലാം ഒരുപക്ഷെ അന്വേഷിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ പൂച്ചട്ടി കൊണ്ട് തലക്കടിച്ചിട്ടുള്ള രക്ഷാപ്രവർത്തനം അടക്കമുള്ളവ അന്വേഷിക്കാനുള്ള സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. ഏതായാലും ഏത് തലം വരെ ഈ ഒരു അന്വേഷണം പോകും എന്നതിൽ എനിക്ക് ആകാംക്ഷയുണ്ട്. തീർച്ചയായും ഇത് ജനം പ്രതീക്ഷിക്കുന്ന ഒരു അന്വേഷണമാണ്, ജനം പ്രതീക്ഷിക്കുന്ന ഒരു നടപടിയാണ്. ജനം ഈ ഒരു വിഷയത്തിൽ ശക്തമായ ഒരു മറുപടി നൽകണം എന്നത് തന്നെയാണ് ആലപ്പുഴയിൽ ജനവിധിയിലൂടെ നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ ഒരു നടപടിയും ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഒരൊറ്റപ്പെട്ട സംഭവമായി തന്നെ കാണണം എന്നതാണ്. ഈ ഒരു നടപടിയുടെ പേരിൽ, ഈ ഒരു സംഭവത്തിന്റെ പേരിൽ കേരള പോലീസിനെ ആകെ കുറ്റപ്പെടുത്തി, കേരള പോലീസിനെ ആകെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നത് ശരിയല്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും മികച്ച പോലീസ് ഫോഴ്സാണ്. ഇന്ത്യയിലെ തന്നെ റാങ്കിങ്ങിൽ 4ാമത് നിൽക്കുന്ന പോലീസാണ് കേരള പോലീസ്. കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന കാര്യത്തിലായിക്കോട്ടെ, ചാർജ് ഷീറ്റുകൾ ഫയൽ ചെയ്യുന്ന കാര്യത്തിൽ 96% കേരള പോലീസിന്റെ ഈ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യുന്ന കാര്യത്തിലൊക്കെ തന്നെയുള്ള നടപടി വേഗം എന്ന് പറയുന്നത്. അപ്പോൾ ആ നിലയിൽ കൂടി പോലീസിനെ സംരക്ഷിച്ചുകൊണ്ട് അതേസമയം ഇത്തരത്തിൽ പോലീസിൽ തുടരുന്ന ക്രിമിനലുകൾക്കെതിരെ, അവർക്ക് വളം വെച്ചു കൊടുക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാവുക തന്നെ വേണം. ആ നടപടിയിലേക്ക് ഒരുപക്ഷെ ഈ സർക്കാർ കടക്കുന്നു എന്ന് നമുക്ക് ഈ ഒരു അന്വേഷണ നീക്കത്തെ വിലയിരുത്താം. പക്ഷെ അത് എത്രത്തോളം പോകും എന്നത് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം. ഓക്കെ, താങ്ക് യു. പണി തുടങ്ങിയോ എന്നുള്ളതാണ് ചോദ്യം. പുതിയ സർക്കാർ അത് മിന്നൽ വേഗത്തിലാണ് SITയുടെ റിപ്പോർട്ട്. അതിവേഗത്തിലാണ്, ബഹുദൂരം മുന്നിട്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ്. 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നുള്ളതായിരുന്നു ആഭ്യന്തര മന്ത്രാലയം ഈ SITക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. പക്ഷേ അത്ര പോലും എടുക്കുന്നില്ല എന്നതും പ്രധാനമാണ്. ഷൗക്കത്ത് അലി അതിൻ്റെ മുന്നിലേക്ക്, അതിൻ്റെ SIT അന്വേഷണ സംഘ തലവനായി വരുമ്പോൾ തന്നെ കോൺഗ്രസിനുള്ളിൽ ഉയരുന്ന ആരവങ്ങൾ നമുക്കറിയാം. അതായത് അതങ്ങ് പോയി മുടക്കോഴിമലയിൽ പോയ ചരിത്രമുള്ള നേതാവ് എന്ന നിലയ്ക്കാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൽ കോൺഗ്രസിന് ആശ്വസിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വേഗമുണ്ടാകും അന്വേഷണത്തിന് അതിൽ എന്ന ഒരു സൂചന കൂടി ഉണ്ടായിരുന്നു. അതായത് ഒന്നും മറക്കാൻ പറ്റുന്നില്ല എന്ന് മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞതിൽ ആരെയും മറന്നിട്ടില്ല എന്നതുകൂടി കൂട്ടിച്ചേർക്കപ്പെടുകയാണ് എന്നത്. ഇന്നിപ്പോൾ വന്നിരിക്കുന്ന വാർത്ത MR അജിത് കുമാറുമായി ബന്ധപ്പെട്ടാണ്. ഡോക്ടർ അരുൺകുമാർ, MR അജിത് കുമാറിൻ്റെ പേര് എവിടെയൊക്കെയാണ് കേൾക്കാത്തത്? ഏതൊക്കെ അട്ടിമറികളിലാണ് കേൾക്കാത്തത്? എന്തൊക്കെ തരം അധികാര ദുർവിനിയോഗത്തിലും എന്തൊക്കെ തരം കൂടിക്കാഴ്ചകളിലും അവിശുദ്ധ ബന്ധങ്ങളിലുമാണ് കേൾക്കാത്തത്? അപ്പോൾ ആ തരത്തിലുള്ള ഒരു ആരോപണം നിരന്തരം കേട്ട ഒരു ഉദ്യോഗസ്ഥൻ, ക്രമസമാധാന ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തണമെന്ന ആവശ്യം എത്ര തവണ കേട്ടു? എത്ര തവണ കേട്ടതിന് ശേഷവും, എത്ര വിമർശനങ്ങൾ ഉണ്ടായതിനും ശേഷവുമാണ് അങ്ങനെയൊന്ന് സംഭവിക്കുന്നത്? അങ്ങനെയൊന്നും സംഭവിച്ചപ്പോൾ തന്നെ അത് വളരെ ഈ കരിയറിൽ എവിടെയും ഒരു ബ്ലാക്ക് മാർക്ക് വരാത്ത തരത്തിൽ ഒരു മ്യൂച്വൽ ട്രാൻസ്ഫർ എന്ന നിലയ്ക്കാണത് പിന്നീട് പ്രയോഗത്തിൽ വരുത്തിയത് എന്നതും ഓർമ്മയുണ്ടാകുമല്ലോ. അപ്പോൾ തലോടിയാണ് ആ നടപടികളൊക്കെ ഉണ്ടായത് എന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പറയുകയായിരുന്നു. അതിൽ മറ്റൊന്ന്, ചൈത്ര തെരേസ ജോൺ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകി. ആ റിപ്പോർട്ടിൽ പോലീസുകാരുടെ ഭാഗത്തുനിന്ന്, ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് പറയുന്നത് പോലീസിന് വലിയ തോതിൽ ചീത്തപ്പേരുണ്ടാക്കുന്ന ഒന്നാണ്, ക്രിമിനൽ പ്രവർത്തനമാണ്, അത് പോലീസിന്റെ നടപടിക്രമങ്ങൾക്കനുസരിച്ചില്ല, അവിടെ ഉപയോഗിച്ച ആയുധം എന്ന് പറയുന്നത് പോലീസ് ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് തുടങ്ങിയ ഒരുപാട് പരാമർശങ്ങളുണ്ടായിരുന്നു. ആ റിപ്പോർട്ട് പൂഴ്ത്തി. ഒന്ന്. ഇനി ഈ ഡിവൈഎസ്പിയുടെ റിപ്പോർട്ട് തിരുത്താൻ വേണ്ടി അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയിട്ട് ആലപ്പുഴ ഡിവൈഎസ്പിയെ വിളിച്ചു വരുത്തിയിട്ട് ഈ ഉദ്യോഗസ്ഥരെ 3 തവണ വിളിച്ചു വരുത്തി. അതിലൊരു ഉദ്യോഗസ്ഥന് ശാരീരികാസ്വസ്ഥ ഉണ്ടായി എന്നാണ് പറയുന്നത്. ഈ സമ്മർദ്ദം താങ്ങാൻ കഴിയാത്ത, ഇന്ന് ആരോപിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഭീഷണിപ്പെടുത്തി. ഇനി ഈ ദൃശ്യങ്ങൾ പകർത്തിയ മാധ്യമപ്രവർത്തകനെ, ക്യാമറമാന്, ജയ്ഹിന്ദിന്റെ ക്യാമറമാനാണ്, ഭീഷണിപ്പെടുത്തി. ആ ദൃശ്യങ്ങൾ പകർത്തിയ ഉപകരണം അത് ഏതാണ്ട് 1 വർഷത്തിന് ശേഷമാണ് തിരിച്ചു വാങ്ങുന്നത്. പോലീസ് ഈ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈ 3 റിപ്പോർട്ടും പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല, ഈ ദൃശ്യങ്ങളില്ല എന്ന് കോടതിയിൽ പോയി പറയാൻ ധൈര്യം കാണിച്ചു. അപ്പോൾ കോടതി ചോദിക്കുകയാണ്, സമൂഹ മാധ്യമങ്ങളടക്കം ഈ ദൃശ്യങ്ങൾ ഉണ്ടല്ലോ, അത് കൊണ്ടുവരാൻ പറയുമ്പോഴാണ് പിന്നീട് ആ ദൃശ്യങ്ങൾ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ കോടതിക്ക് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് ഈ 1.5 വർഷക്കാലം മുമ്പ് അന്വേഷണം വേണമെന്ന് കോടതി പറഞ്ഞത്. എന്നിട്ട് ഈ 1.5 വർഷക്കാലം അനങ്ങിയില്ല. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ പുതിയ മുഖ്യമന്ത്രിക്ക് കോടതി പറഞ്ഞാൽ ചെയ്യാതിരിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ കോടതി പറഞ്ഞിട്ട് ചെയ്യാതിരിക്കുന്ന മറ്റൊരു അധികാര സംവിധാനം അപ്പുറത്തുണ്ടായിരുന്നു എന്നതുകൂടിയാണ് അദ്ദേഹം ആ പരിഹാസത്തിലൂടെ സൂചിപ്പിക്കുന്നത് എന്ന് പ്രധാനമാണ്. ഇത് തിരിച്ചു വരികയാണ് എന്നുള്ളതാണ്. ഇതിൽ അനീതി, ഇതിൽ രാഷ്ട്രീയ പ്രതികാരം, പക എന്നൊക്കെ ആരോപിക്കുമ്പോൾ അപ്പുറത്ത് രാഷ്ട്രീയ സംരക്ഷണം
കാരണം രാഷ്ട്രീയ നിസ്സംഗത, രാഷ്ട്രീയമായ ഒത്തുചേരൽ, ഗൂഢാലോചന തുടങ്ങിയവ മറുപടിയായി വരും. ഒരു വിരൽ ചൂണ്ടുമ്പോൾ 4 വിരൽ നമുക്ക് നേരെ എന്ന് പറയില്ലേ, അതുപോലെയുള്ള ആരോപണ ശരങ്ങൾ ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് ഇന്നും മിണ്ടാത്തത്. ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ചർച്ചകളിൽ CPM-ന്റെ പ്രതിനിധിയില്ല. എന്തുകൊണ്ടാ? എന്ത് പറയും? സഹയാത്രികർ വരികയാണെങ്കിൽ അവർക്ക് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറയാം. എന്ത് പറയും? ഇതിൽ 3 റിപ്പോർട്ടുകൾ മുക്കി, അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിച്ചു തുടങ്ങിയ കോടതി ഉത്തരവുണ്ടായിട്ട് 1.5 വർഷം അനങ്ങിയില്ല. എന്ത് പറയും? ഇതൊന്നും പറയാനില്ലാത്തത് കൊണ്ട് ആ ചർച്ചകളിൽ നിന്ന് തന്നെ മാറി നിർത്തുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് തന്നെ ആഭ്യന്തര വകുപ്പ് റിപ്പോർട്ട് തേടിയ മറ്റൊരു സംഭവമുണ്ട്. ഇടുക്കിയിൽ ഞാൻ ഇതിനു മുൻപ് മീഡിയ എഡിറ്റേഴ്സിൽ ആ ചെറുപ്പക്കാരനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബിലാൽ സമദ് എന്ന ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ്റെ കണ്ണ് ലാത്തി കൊണ്ടിടിച്ചിട്ട് അതിൽ ഒരു കണ്ണിൻ്റെ 30% കാഴ്ച പോയി. പോലീസ് കണ്ണു നോക്കി ലാത്തി വെച്ച് കുത്തി എന്നായിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം. 30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്റെ കണ്ണിന്റെ കാഴ്ച ഭാഗികമായി പോകുന്ന തരത്തിൽ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തി എന്നുള്ളതാണ് പറയുന്നത്. മാതൃഭൂമി പത്രം പ്രസിദ്ധീകരിച്ചൊരു ഫോട്ടോയുണ്ട്. ഒരു ചെറുപ്പക്കാരന്റെ ജനനേന്ദ്രിയത്തിൽ പിടിമുറുക്കിയ പോലീസുകാരന്റെ ആ നിലയ്ക്കുള്ള അധിക്ഷേപവും അക്രമവുമാണ് ഇവിടെ പോലീസുകാർ നടത്തിക്കൊണ്ടിരുന്നത് എന്നതൊന്ന് ആലോചിക്കണം. ഇവരെ ആരാണ് ഇങ്ങനെ കയറൂരി വിട്ടത്? നേരത്തെ സുനിൽ സാർ പറയുന്നുണ്ടായിരുന്നു പോലീസുകാരെ മുഴുവനും അങ്ങനെ അധിക്ഷേപിക്കാൻ കഴിയില്ല, 5% പോലീസുകാർ ഇങ്ങനെയുണ്ടെന്ന്. ഈ 5%-ൽ നിന്ന് നറുക്കിട്ടെടുത്താണോ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരാക്കാൻ കൊണ്ടുവന്നത്? ആണോ? ആ അധികാര സ്ഥാനത്തോടെ ഏറ്റവും അധികം ചേർന്ന് നിൽക്കുന്ന ആളുകൾ ഉറപ്പായും അവരെങ്കിലും മിനിമം സർക്കാരിന്റെ പോലീസ് നയം നടപ്പിലാക്കുന്നതായിരിക്കണം എന്ന് ഉറപ്പ് വേണ്ടേ? സർക്കാരിന് ചീത്തപ്പേരുണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിക്കാത്തവരാണ് എന്ന് ഉറപ്പ് വേണ്ടേ? അല്ലാതെ കേരളത്തിലെ സംസ്ഥാന പോലീസിന്റെ ഏറ്റവും മോശപ്പെട്ട 5% ഉൾപ്പെടുന്നവരെ തന്നെ മുഖ്യമന്ത്രിയുടെ സംരക്ഷണ ചുമതല ഏൽപ്പിക്കണമെന്നുണ്ടോ? ഒരു മുഖ്യമന്ത്രിയുടെ ഗൺമാനാകാൻ ഒരാളെ തെരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെ അന്വേഷണം നടത്തും? രാഷ്ട്രീയം അന്വേഷിക്കില്ലേ? ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ എന്ന് അന്വേഷിക്കില്ലേ? കരിയറിൽ എവിടെയെങ്കിലും ഒരു ബ്ലാക്ക് മാർക്ക് ഉണ്ടോ എന്ന് അന്വേഷിക്കില്ലേ? ഇതൊക്കെ അന്വേഷിക്കണമെന്നാണല്ലോ വെപ്പ്. അല്ലെങ്കിൽ നാളെ ഈ സുരക്ഷയിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇവർ ഇവർ കൈകാര്യം ചെയ്തൊരു പത്തലാണ്. എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരുടെ കയ്യിൽ ഈ പത്തൽ വരുന്നത്? അവർക്ക് അങ്ങനെ ഒരു ആയുധം ഉപയോഗിക്കാനുള്ള അധികാരമുണ്ടോ? ഇല്ല. അപ്പോൾ എവിടെയെങ്കിലും കണ്ടാൽ ഇറങ്ങി അടിച്ചു കളയാമെന്ന ബോധ്യത്തോടെ ആയുധ സമാഹരണം, 5 പേരും ഒന്നിച്ചൊരു വണ്ടിയിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന, ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നേ. ഈ പോലീസുകാർ വീണുപോകുന്നുണ്ട്. ക്രമസമാധാന പാലനത്തിന് അവിടെ ചുമതലയുണ്ടായിരുന്ന പോലീസുകാർ ഈ അപ്രതീക്ഷിതമായി ഇറങ്ങിയടിക്കലിൽ വീണുപോകുന്നുണ്ട്. അവർക്ക് മനസ്സിലാകുന്നില്ല എന്താ ചുറ്റും സംഭവിക്കുന്നതെന്ന്. കാരണം മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിൽ നിന്ന് അങ്ങനെ ഒരു ആക്രമണം ആ ഘട്ടത്തിൽ അവർ പോലും പ്രതീക്ഷിക്കുന്നില്ല. അവർ ഈ ചെറുപ്പക്കാരായ എ.ഡി. തോമസിനെയും ജുവലിനെയും മാറ്റി വഴിയരികിലേക്ക് കൊണ്ടുപോയതിനു ശേഷമാണ് ഇറങ്ങിയടിക്കുന്നത്. തല്ലല്ലേ നീ കുട്ടികൾ പറയുന്നുണ്ട്. അപ്പോഴും ഞാൻ അടിക്കുന്ന ശബ്ദമടക്കം കേൾക്കാൻ കഴിയുന്ന ദൃശ്യമാണ് അവിടെ അന്ന് സംഭവിച്ചത് എന്നുകൂടിയുണ്ട്. ഈ രക്ഷാപ്രവർത്തനം ആലപ്പുഴയിൽ പൊട്ടിമുളച്ചതൊന്നുമല്ല. അതങ്ങ് ചെടിച്ചട്ടി കൊണ്ട് അത് മുളച്ചത് യൂത്ത് കോൺഗ്രസിന്റെയും KSUക്കാരുടെയും തലയടിച്ച് പൊടിച്ച ഒരു ചെടിച്ചട്ടി ഉണ്ടല്ലോ, അവിടെയാണ് ഈ രക്ഷാപ്രവർത്തനം നാമ്പിട്ട് മുളച്ചത്. അവിടെ നിന്നൊരു പാറ്റേൺ രൂപപ്പെടുകയാണ്. മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനം എന്ന് വിശേഷിപ്പിച്ചപ്പോൾ മുതൽ കണ്ണൂർ മുതൽ ഇങ്ങോട്ട് ഈ നവകേരള ബസ് വരുന്ന വഴി മുഴുവനും ഒരു പാറ്റേൺ രൂപപ്പെടുകയാണ്. ആർക്കും എന്തും ചെയ്യാം. വഴിയരികിൽ കൂടി നിൽക്കുന്ന DYFIക്കാർക്കാകാം, പോലീസുകാർക്കാകാം, മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർക്കാകാം, ഇവർക്കെല്ലാവർക്കും നിയമം കയ്യിലെടുക്കാം എന്ന് പറയുന്ന ഒരു ഓപ്പൺ ചെക്ക് നൽകപ്പെടുകയാണ് സംഭവിച്ചത്. അത് ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഈ പ്രവർത്തനം മുഴുവനും നടക്കുന്നത്. ഏറ്റവും അവസാനം തലസ്ഥാന നഗരിയിലേക്കൊക്കെ വരുമ്പോൾ പോലീസുകാർ കാഴ്ചക്കാരായി മാറുക. എന്താ? ക്രമസമാധാനം DYFIക്കാരെ ഏൽപ്പിച്ചു, അവരിതങ്ങ് ആഘോഷമാക്കിയെടുക്കുന്ന സാഹചര്യം ഉണ്ടാവുക. ഞങ്ങളുടെ ബ്രാഞ്ചിൽ, ഞങ്ങളുടെ ഏരിയയിലൂടെ കടന്നു പോകുമ്പോൾ ഈ രക്ഷാപ്രവർത്തനം ഇങ്ങനെ ആയിരിക്കണമെന്ന് ഒരു അന്തസ്സായി മാറുകയാണ്. അങ്ങനെ എത്രയെത്ര പാർട്ടി കേന്ദ്രങ്ങളിലൂടെ ഈ സംഭവം ഉണ്ടായി എന്നുള്ളത് കൂടി നമ്മൾ ഓർത്തെടുക്കേണ്ടതുണ്ട്. ഇനി മുഖ്യമന്ത്രിയെ രക്ഷിക്കാനൊന്നുമല്ല, മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ എന്ന നിലയെടുക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാ? ഇവരിറങ്ങിയ സമയത്ത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടങ്ങിയ വാഹനവ്യൂഹം കടന്നുപോയി. അപ്പോൾ അവർക്ക് ഇവരുടെ ഉത്തരവാദിത്തം എവിടെയാ? അവരുടെ ഏറ്റവും അടുത്ത ഇടത്തേക്ക് ചെല്ലുന്ന അക്രമത്തെ തടയുക എന്നുള്ളതല്ലേ? ഇവരിറങ്ങിയ സമയത്ത് അവിടെ ഒരു കൃത്യനിർവഹണ വീഴ്ചയുണ്ടായോ? അവിടെ മറ്റെന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവുകയോ, വാഹനത്തിന് നേരെ ആക്രമണം ഉണ്ടാവുകയോ, മറ്റെന്തെങ്കിലും സുരക്ഷാ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ഇവരെന്തായിരിക്കും നേരിടേണ്ടി വരുന്നത്? എന്നിട്ട് ഇന്നിപ്പോൾ ഒരു ഇടത് സഹയാത്രികൻ പറഞ്ഞത് ഇവർ തന്നെ നടപടി ആവശ്യപ്പെട്ടു അത്രേ. ഞങ്ങളുടെ ഭാഗത്തുനിന്നൊരു വീഴ്ച വന്നിട്ടുണ്ട്, അതുകൊണ്ട് നടപടി ആവശ്യപ്പെട്ടു എന്നാണ്. പക്ഷേ അവർ നടപടി ആവശ്യപ്പെട്ടിട്ട് പോലും അങ്ങനെ വേണ്ടതില്ല എന്ന തീരുമാനം ഔദ്യോഗിക തലത്തിൽ എടുക്കുകയായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാ? സംരക്ഷിക്കുക എന്ന ഉറച്ച ബോധ്യത്തിൽ നിന്നാണ് അതുണ്ടാകുന്നത്. ഇനി ജനവിധിയിലൂടെ അല്ല ജനം ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾക്ക് ന്യായീകരണം കൊടുക്കുക. ക്രൈം വേറെയാണ്, ജനവിധി വേറെയാണ്. ഇത് ക്രൈമാണ് സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ ജനവിധിയിലൂടെയാണെങ്കിൽ ഒന്നാം സർക്കാരിന് ശേഷം രണ്ടാം സർക്കാർ ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന വീഴ്ചകൾക്കെല്ലാം ജനവിധിയിലൂടെ ഒരു അടിസ്ഥാനം കൊടുത്തു, വീണ്ടും നിങ്ങൾക്ക് ലൈസൻസ് കൊടുത്തു എന്നായിരുന്നോ കോൺഗ്രസ്സുകാർ വിചാരിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ CPMകാർ വിചാരിച്ചിട്ടുണ്ടാവുക? ഇപ്പം കിട്ടിയ മാൻഡേറ്റും ഇപ്പം കിട്ടിയ ഭരണവും ഇങ്ങനെയുള്ള ക്രൈമിന് കുടപിടിക്കാനുള്ളതല്ല. ഞാനൊരു
ആശങ്ക പറഞ്ഞ് അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുന്നു. ഇന്നിപ്പോൾ നിഖിൽ പൈലിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത വന്നല്ലോ, അതും ഒരു ചോദ്യം ചെയ്യലാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വഴിക്കാണ് തീരുമാനം എന്ന് പറയുന്നത്. ധീരജ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ മരണം കേരള സമൂഹത്തിൽ അങ്ങനെ മറക്കാൻ കഴിയുന്ന ഒന്നുമല്ല. അതുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുന്നത് കോൺഗ്രസ് അങ്ങനെ രാഷ്ട്രീയ ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ ജനവിധിക്ക് മുൻപാകാമായിരുന്നേ. നിഖിൽ പൈലി ഇറങ്ങി നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായല്ലോ. അതിലും ഒരു പ്രശ്നമുണ്ട് കേട്ടോ. അന്വേഷണം എവിടെയും എത്താത്തത് ആരുടെ പിടിപ്പുകേടുകൊണ്ടാണ് എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ആയുധം പോലും എവിടെയും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതുമുണ്ട്. അപ്പോൾ പൊന്തൂവലിന്റെ കണക്ക് പറഞ്ഞു പോകാതിരിക്കുന്നതാണ് നല്ലത്. ഒന്ന്. രണ്ടാമത്തേത്, ജനവിധി പോക്കറ്റിലായപ്പോൾ ഇനി ആരും പഴി പറയാനില്ല എന്ന് വിചാരിച്ചുകൊണ്ട് കൊലപാതക കുറ്റം ആരോപിക്കപ്പെടുന്ന ഒരാൾ, ശരിയാണ്, വിചാരണയുമായി ബന്ധപ്പെട്ട് കാലതാമസമൊക്കെ ഉണ്ട്. എന്നാൽ പോലും നിഖിൽ പൈലി എന്ന പേര് കേരള സമൂഹത്തിൽ ധീരജിന്റെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട് അടയാളപ്പെടുത്തപ്പെട്ട പേരാണ്. ജനവിധി പോക്കറ്റിലായി എന്ന ഉറച്ച ബോധ്യം വന്നതിന് ശേഷം ആദ്യത്തെ ആഴ്ചയെടുത്ത ആ തീരുമാനം, നിങ്ങൾ ആർക്കെതിരെയാണോ ഇത്രയും കാലം രാഷ്ട്രീയം പറഞ്ഞത്, ഏത് അധികാര പ്രയോഗത്തിനെതിരെയാണോ നിങ്ങൾ തെരുവിലിറങ്ങിയത്, അതിന്റെ ആവർത്തന ബുദ്ധിയാണ് എന്നതുകൂടി പറഞ്ഞു പോകണമെന്ന് വിചാരിക്കുന്നു. ഒരു ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം പണി തുടങ്ങിയോ എന്നാണ് ചോദ്യം. പണി വരുന്നുണ്ട് അവറാച്ച എന്ന് തന്നെ നമ്മൾ പറഞ്ഞിരുന്നതാണ്. ഒന്നും മറക്കില്ല രാമ എന്നുള്ളതൊരു സിനിമാ ഡയലോഗാണ്. അത് യഥാർത്ഥത്തിൽ UDF സർക്കാരിൻ്റെ കാലത്ത് അതങ്ങനെ തന്നെ സംഭവിക്കും എന്ന് നമ്മൾ കരുതിയിരുന്നത്. കാര്യം അത്രമേൽ വ്യക്തമായിരുന്നു ആ മർദ്ദനം, അത്രമേൽ തെളിവുകൾ ഉണ്ടായിരുന്നു ആ മർദ്ദനത്തിന്. പക്ഷേ കൺമുന്നിൽ സാക്ഷികൾ ഉണ്ടായിരുന്നിട്ടും ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും ക്ലീൻ ചിറ്റ് കൊടുത്ത് ഒരു തെളിവുമില്ല എന്ന് കോടതിയിൽ ഒരു റിപ്പോർട്ട് കൊടുത്ത് ഊരിപ്പോകുമെന്ന് കരുതിയ കേസാണ്. ആ കേസിലാണ് ഇന്നിപ്പോൾ 5 പോലീസ് ഉദ്യോഗസ്ഥരെ പ്രതി ചേർത്തുകൊണ്ട് SIT കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണെന്ന് അവിടെ സംഭവിച്ചത് നമ്മുടെ കൺമുന്നിൽ കണ്ടതല്ലേ. മുഖ്യമന്ത്രി പോയതിന് ശേഷം ലോക്കൽ പോലീസിൻ്റെ കയ്യിൽ ഈ പ്രതിഷേധിച്ച 2 ചെറുപ്പക്കാരും ശാന്തരായി നിൽക്കുന്ന സമയത്ത്, അവർ ഒരു തരത്തിലുള്ള അക്രമപ്രവർത്തനവും നടത്താത്ത സമയത്ത്, അവർ മുഖ്യമന്ത്രിയെയോ ആ വാഹനത്തെയോ ഏതെങ്കിലും തരത്തിൽ അപായപ്പെടുത്താൻ ശ്രമിക്കാതെ ലോക്കൽ പോലീസിൻ്റെ സംരക്ഷണയിൽ നിൽക്കുന്ന സമയത്താണ് ഈ പറയുന്ന 5 പേർ വന്ന് വലിയ മുളന്തണ്ടുമായിട്ട് ഇവരെ ഒന്നിനു പിന്നാലെ മറ്റൊന്നായി മർദ്ദിക്കുന്നത്. അതും തലയ്ക്കുമീതെയാണ് ആദ്യം ഊങ്ങുന്നത് എന്നുള്ളതാണ്. അത് നമ്മുടെ കൺമുന്നിലുണ്ട് ആ ദൃശ്യങ്ങൾ പകൽ പോലെ സ്പഷ്ടമായി നിൽക്കുകയും ചെയ്യുന്നു. അവിടെയാണ് ക്ലീൻ ചിറ്റ് കൊടുത്ത് ആ റിപ്പോർട്ട് ഒതുക്കി തീർക്കാൻ അതിന് പിന്നിൽ നടന്ന ആരുടെ ബുദ്ധിയായിരുന്നു എന്നുള്ള വിവരം കൂടി ഇന്നിപ്പോൾ റിപ്പോർട്ടിൽ പുറത്തു വരുന്നത്. ADGP അജിത് കുമാർ, ശബരിമലയിൽ ട്രാക്ടർ കയറുന്ന ADGP അജിത് കുമാർ, ഇതേപോലെ തൃശ്ശൂരിൽ പൂരം കലക്കി എന്നതിൻ്റെ ആക്ഷേപം മുന്നിൽ നിൽക്കുന്ന ADGP അജിത് കുമാർ, ദത്താത്രേയ ഹൊസബളെ എന്ന RSS നേതാവിനെ കാണാൻ പോയതിൻ്റെ പേരിൽ വിവാദം വാങ്ങിക്കൂട്ടിയ അജിത് കുമാർ, മുഖ്യമന്ത്രി ഉൾപ്പെട്ട ഒരു ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ആരോപണം ഉന്നയിച്ചയാളെ മുഖ്യമന്ത്രി പോലും അറിയാതെ അയാളെ രഹസ്യമായി ഫോൺ വിളിക്കാൻ ശ്രമിച്ചത് ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുന്ന അജിത് കുമാർ, വിജിലൻസിൻ്റെ കേസിൻ്റെ പരിധിയിലേക്ക് വരുന്ന അജിത് കുമാർ, അയാളില്ലാത്ത ഒരു സന്ദർഭവും കേരളത്തിലില്ല എന്ന മട്ടിലാണ് കാര്യങ്ങളുടെ പോക്ക്. ഇവിടെയും രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ച് ഈ ADGP അജിത് കുമാർ ഇടപെട്ടു എന്നതിൻ്റെ സൂചന കൂടിയാണ് ഈ റിപ്പോർട്ടിൽ വരുന്നത്. അതുകൊണ്ട് പണി തുടങ്ങിയോ എന്ന ചോദ്യത്തിന് നമ്മുടെ കൺമുന്നിൽ കണ്ട ഒരു വാസ്തവം, അത് നവകേരള യാത്രയുടെ എല്ലാവിധമായിട്ടുള്ള യശസ്സിനെയും നശിപ്പിച്ചതായിരുന്നു. ഇന്നിപ്പോൾ നവകേരള സദസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്കൊരു കോമഡിയും ചില ആളുകൾക്ക് അതൊരു ട്രാജഡിയുമാണ്. കോമഡി ആകുന്നത് മ്യൂസിയം പീസായ ബസ്, ട്രാജഡി ആകുന്നത് ഇതുപോലെ നടത്തിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ. രക്ഷാപ്രവർത്തനം എന്ന പേരിൽ ഒരു ഭാഗത്ത് DYFI പ്രവർത്തകരും KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമായിട്ടുള്ള സംഘടന ഒരു ഭാഗത്ത്, അവിടെ പൂച്ചട്ടി എടുത്തുകൊണ്ട് DYFI പ്രവർത്തകർ KSU പ്രവർത്തകർക്ക് പിന്നാലെ പോകുന്നത്. എന്താണ് നവകേരള സദസ്സ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്ന ഫോട്ടോ അതാണ്. രണ്ടാമത്തത് ഇതേ ട്രാജഡിയാണ്. അത് രക്ഷാപ്രവർത്തനം കല്യാശ്ശേരിയിൽ, ഇവിടേക്ക് വരുമ്പോൾ പോലീസിന്റെ മർദ്ദനം എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എത്ര മനോഹരമായ ലക്ഷ്യത്തോടു കൂടിയാണ് നവകേരള സദസ്സ് തുടങ്ങിയത്. ഒടുവിൽ അത് അവസാനിക്കുന്നത് ഒരു ഭാഗത്ത് കോമഡിയായും ഒരു ഭാഗത്ത് ട്രാജഡിയായും എന്നുള്ളതാണ് വാസ്തവം. അതിന് അങ്ങനൊരു പ്രതീതി സമ്മാനിച്ച ഉദ്യോഗസ്ഥന്മാരാണ് ഇവരെന്നുള്ളതാണ്. എന്നിട്ടും ഭരണകൂടം അവരെ സംരക്ഷിച്ചു പിടിച്ചു നിർത്തി. ഏതു ഭരണകൂടം? മർദ്ദനോപകരണമാണ് സ്റ്റേറ്റ് എന്ന് വിശ്വസിക്കുന്ന ശാസ്ത്രമുള്ള ഭരണകൂടം ആ മർദ്ദനോപകരണം കൊണ്ട് തെരുവിൽ പ്രതിഷേധിച്ച ചെറുപ്പക്കാരെ അടിച്ചമർത്തുമ്പോൾ, മുളവടി കൊണ്ട് അടിക്കുന്നത് ദൃശ്യങ്ങളിൽ പതിയുമ്പോൾ ഇത് ദൃശ്യങ്ങളില്ലെന്നും ഇങ്ങനൊരു കാഴ്ചയില്ലെന്നും പച്ചക്കള്ളം കോടതിയിൽ പറഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് ഈ പണി ഇപ്പോൾ വരുന്നത്. എന്തായാലും പണി വാങ്ങാൻ അനിൽ കല്ലിയൂരും അതേപോലെ സന്ദീപും അരുൺ വിപിൻ ഷൈജു എന്നീ പോലീസ് ഉദ്യോഗസ്ഥരും തയ്യാറായിക്കൊള്ളൂ എന്നുള്ളതാണ്. വകുപ്പ് തല നടപടി തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഉണ്ടാവും. ആദ്യം സസ്പെൻഷൻ ആയിരിക്കും. അറസ്റ്റിലേക്ക് പോകുമോ എന്ന് എനിക്കറിയില്ല.
പറയാനാകില്ല. കാരണം ഇപ്പോൾ വകുപ്പ് തല അന്വേഷണം നടക്കുന്നതേയുള്ളൂ. അതിനുശേഷമാണ് ബാക്കി കാര്യങ്ങൾ വരിക. ഒരുപക്ഷെ BNS 109 തന്നെ വരാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വധശ്രമത്തിന് പോലും ഒരുപക്ഷെ കേസെടുത്തേക്കാവുന്ന കുറ്റമായി അത് മാറുകയും ചെയ്യും. 4 ദിവസം കൊണ്ട് അത്രമേൽ തെളിവുകൾ ഉണ്ടായിരുന്നതേ, സംസാരിക്കുന്ന തെളിവുകൾ നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നു. ആ തെളിവുകളെയാണ് മായ്ക്കാൻ വേണ്ടി ADGP MR അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ ഒരു ശ്രമം നടത്തിയതെന്നാണ് ഞാൻ ഭയക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്രത്തോളം തെളിവുകൾ, എത്രത്തോളം കേസുകളിൽ ഇതേപോലെ ഗൂഢാലോചനയിൽ മുങ്ങിപ്പോയിട്ടുണ്ടാവും എന്നുള്ളതാണ്. അരുൺകുമാർ, MR അജിത് കുമാറിന് ഇത്രമേൽ സംരക്ഷണം കിട്ടിയതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ്. രാജാവിനേക്കാൾ വലിയ രാജഭക്തിയുമായിട്ട് ഒരാൾ അവിടെ തുടരുകയാണ്. യഥാർത്ഥത്തിൽ പിണറായി വിജയൻ പറഞ്ഞ അവതാരങ്ങളുണ്ടല്ലോ, അവതാരങ്ങൾ പുറത്തു നിന്നവരായിരുന്നില്ല. അവതാരങ്ങൾ സർവീസിനുള്ളിൽ തൻ്റെ ഓഫീസിനുമായി ചുറ്റിപ്പറ്റി നിന്നവരായിരുന്നു ചില അവതാരങ്ങൾ എന്നുള്ളത് ഏറ്റവും ഒടുവിൽ തിരിച്ചറിയുന്നു. ഇത് അവിടെ ആ ഭാഗം. ഇനി എന്നാൽ എനിക്ക് മറുഭാഗം കൂടി പറയാനുണ്ട്. നേരത്തെ മാധു പറഞ്ഞല്ലോ, ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെടുന്ന 5% പേരെ തെരഞ്ഞെടുത്താണോ അധികാര സ്ഥാപനങ്ങളുടെ അടുത്തേക്ക് ചേർത്ത് നിർത്തുന്നത്. ഞാനൊരു പേര് പറയാം, പേര് സലീം രാജ്. ആരുടെ ഗൺമാനായിരുന്നു? നേരത്തെ നീതിമാനായ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഗൺമാനായിരുന്നു. എന്തായിരുന്നു അയാളുടെ വിനോദം? രാത്രികാലം വന്നാൽ സോളാർ വയ്ക്കാൻ വേണ്ടിയിട്ട് വന്നൊരു യുവതിയുമായിട്ടുള്ള കിന്നാരമായിരുന്നു അയാളുടെ പ്രധാനപ്പെട്ട വിനോദം. ഒടുവിൽ അയാളെ പിടിച്ച് പുറത്താക്കേണ്ടി വന്നു ഉമ്മൻചാണ്ടിക്ക് തന്നെ. പിന്നീട് കടകംപള്ളി ലാൻഡ് കേസിൽ, കടകംപള്ളി ഭൂമി തട്ടിപ്പ് കേസിൽ CBIക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. അന്നും മുഖ്യമന്ത്രിയുടെ ഗൺമാനായിരുന്നു എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കണം. അവിടെയും കൊണ്ട് തീർന്നില്ല. ഇന്ന് പക്ഷേ ഈ പണി കൊടുക്കുമ്പോൾ ആ പണി വൃത്തിയായിട്ട് കൊടുക്കാൻ UDF ശ്രമിച്ചു എന്നുള്ളതാണ്. അതായത് ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ആകുന്ന ആളുകൾ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളതല്ല. ഈ പോലീസിലെ 5% എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഈ തരത്തിൽ ക്രിമിനൽ വാസനയുള്ളവരാണ്. അതുകൊണ്ട് പോലീസ് ഫോഴ്സിനെ മുഴുവനായി പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ളവരെ തിരഞ്ഞുപിടിച്ചാണ് പറഞ്ഞത്. അത് ഏതെങ്കിലും ഒരു സർക്കാരിന്റെ കാലത്ത് മാത്രമല്ല, എല്ലാ സർക്കാരിന്റെ കാലത്തും അധികാര സ്ഥാനത്തോട് ചേർന്ന് നിൽക്കുന്നവരിൽ ഇങ്ങനെയുള്ള കറ പുരണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അവിടെയാണ് ഞാൻ സലീം രാജിന്റെ പേര് പറഞ്ഞത്. അത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കറ പുരണ്ട ഗൺമാനാണെന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല. ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ജനം വിശ്വസിക്കുമായിരുന്നു. ഇത്രയും ഭാഗം കൊണ്ട് UDF ചെയ്തത് ശരിയാണ് എന്ന് നമ്മൾ പറയും. എന്നാൽ മറുഭാഗത്ത് നേരത്തെ മാധു സൂചിപ്പിച്ച പ്രശ്നമുണ്ട്. 2022 ഇടുക്കിയിൽ പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിൽ ധീരജ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ, ഒരു വിദ്യാർത്ഥിയെ, കമ്പ്യൂട്ടർ സയൻസിന്റെ 7ാം സെമസ്റ്റർ വിദ്യാർത്ഥിയെ ഈ പൈലി, നിഖിൽ പൈലിയും 5 പേരും ചേർന്ന് കുത്തി കൊലപ്പെടുത്തുന്നത്. ഇതേ നിഖിൽ പൈലി തന്നെയല്ലേ താൻ കുത്തിക്കൊന്നുവെന്ന് പോലീസിനോട് സമ്മതിച്ചത്? 1ാം പ്രതിയല്ലേ നിഖിൽ പൈലി? ഇന്നത്തെ ദിവസം വന്ന വാർത്ത എന്താ? നിഖിൽ പൈലിയെ ഇടുക്കി DCC അംഗമായി നിയമിച്ചിരിക്കുന്നു CP മാത്യു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഭാഗത്ത് പോലീസുകാർ ചെറുപ്പക്കാർക്കെതിരെ ലാത്തി വീശിയാൽ അല്ലെങ്കിൽ മുളവടി വീശിയാൽ, ആ മുളവടി വീശിയ പോലീസുകാർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്ത് പോലീസുകാരെ സസ്പെൻഡ് ചെയ്യാനുള്ള വകുപ്പ് തല നടപടിയിലേക്ക് നീങ്ങും. നല്ലത്. എന്നാൽ മറുഭാഗത്ത് 2022 ഒരു ചെറുപ്പക്കാരനെ ഒറ്റക്കുത്തിന് കൊന്ന ഒരു 1ാം പ്രതിയെ DCCയുടെ അംഗമായി അതേ പാർട്ടി തീരുമാനിക്കുകയും ചെയ്യും. ഇതെന്ത് നീതിയാണ്? ഇതാണ് ഇരട്ട നീതി എന്ന് പറയുന്നത്. ഒരു ഭാഗത്തൊരു ചെറുപ്പക്കാരനെ കുത്തിക്കൊന്ന കേസിൽ FIR ഇട്ട് 1ാം പ്രതിയായ ആളെ DCC അംഗമാക്കും. മറുഭാഗത്ത് ചെറുപ്പക്കാരനെ മുളവടി കൊണ്ട് ആക്രമിച്ച പോലീസുകാരനെ എതിരെ വകുപ്പ് തല നടപടിക്കും വധശ്രമത്തിനും കേസെടുക്കും. ഇത് നീതിയേ അല്ല എന്നുള്ളതാണ് എനിക്ക് 2ാം ഭാഗത്ത് പറയാനുള്ളത്. ആദ്യ ഭാഗത്ത് ഞാൻ പൂർണ്ണമായും ഈ കേസെടുത്ത പോലീസിനോടൊപ്പമാണെങ്കിൽ 2ാം ഭാഗത്ത് നടപടിയെടുത്ത പാർട്ടിക്കൊപ്പമല്ല ഞാൻ. കാരണം അങ്ങനെ ചെയ്യുന്നത് ജനങ്ങളിൽ ഉണ്ടാക്കുന്ന സംശയം എന്താ? ഏത് സർക്കാർ അധികാരത്തിൽ വന്നാലും അവർക്ക് വേണ്ടപ്പെട്ടവരെ സംരക്ഷിച്ചു പിടിച്ചു നിർത്തും. അത് കൊലക്കേസിലെ പ്രതിയാണെങ്കിലും ശരി, അത് വധശ്രമത്തിന് ഇതേപോലെ മുളവടി വീശുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിലും ശരി എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് ഒരു പണിയാണെങ്കിൽ ആ പണി മാന്യമായി ചെയ്യുക, ജനങ്ങൾ വിശ്വസിക്കുന്ന രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ്. ഇന്നത്തെ ദിവസം ഈ 2 വാർത്തകളും വരുമ്പോൾ ആദ്യം എടുത്തത് പ്രതികാര നടപടിയും രണ്ടാമതെടുത്തത് ഒരു സംരക്ഷണ നടപടിയും എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ വ്യാഖ്യാനിക്കപ്പെടും. ഡോക്ടർ, അവിടെയും ഒരു കാര്യമുണ്ട്. അതായത് ഒന്ന് പാർട്ടിയുടെ സംഘടനാകാരമാണ്, മറ്റൊന്ന് ആയിക്കോട്ടെ. പക്ഷെ നോക്കൂ, ആരാണ് ഇത്? ഈ സർക്കാരിലെ എനിക്ക് അഭിപ്രായമുണ്ട്, ഞാൻ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. ഈ സർക്കാരിന്റെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. ഒരു പ്രതി നിൽക്കുമ്പോ, ഒരു പ്രതി അവിടെ പണത്തിൽ നിന്ന് പക്ഷേ നോക്കൂ, പക്ഷെ അതുകൊണ്ട് 1ാം ഒരു വധശ്രമ കേസിലെ ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ പിന്നെ അതിനെ ന്യായീകരിക്കരുത് എന്നുള്ളത് തന്നെയാണ്. ന്യായീകരിക്കാനേ കഴിയില്ല. അയാൾക്ക് എങ്ങനെയാണ് DCCയിൽ നിങ്ങൾക്ക് അംഗത്വം കൊടുക്കാൻ കഴിയുക? എന്നിട്ട് അയാൾ മുഖ്യമന്ത്രിക്കും KPCC പ്രസിഡന്റിനും ഒക്കെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയാണ്. ആരെയാണ് വെല്ലുവിളിക്കുന്നത്? ഇതേ മുഖ്യമന്ത്രിയുടെ കീഴിൽ, ഈ ആഭ്യന്തര വകുപ്പിന് കീഴിൽ നീതി കിട്ടും. അവിടെ പ്രശ്നം എന്താണെന്നറിയാമോ? ഇരുന്ന് വാങ്ങിയ രക്തസാക്ഷിത്വം എന്ന് മുൻ KPCC പ്രസിഡന്റ് സുധാകരൻ പറഞ്ഞ കേസാണ്. ഇവിടെ
ഈ ധീരജിന്റെ കുടുംബത്തിന് നീതി കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? DCC അംഗമായി പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ആ അർത്ഥത്തിൽ. അപ്പോൾ ഒരു സംവിധാനത്തെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് നേരാവണ്ണം ഉപയോഗിക്കുകയും ജനങ്ങളിൽ വിശ്വാസ്യത ഉണ്ടാക്കും വിധം ഉപയോഗിക്കുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ പണി മാത്രമല്ല കേട്ടോ, വേറൊരു പണിയും കൂടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കുന്നതിനെ കുറിച്ച് കൂടിയാണ്. രത്തൻ ഖേൽക്കർ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിട്ട് നിയമന ഉത്തരവിൽ ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു. രത്തൻ ഖേൽക്കർ ആരാണ്? രത്തൻ ഖേൽക്കർ നമ്മുടെ ചീഫ് ഇലക്ഷൻ ഓഫീസറാണ്, ഇലക്ഷൻ കമ്മീഷന്റെ CEO ആണ്. ഈ രത്തൻ ഖേൽക്കർക്കെതിരെയാണ് BJPയുടെ സീൽ പതിഞ്ഞു ഈ ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവിൽ എന്ന മട്ടിലുള്ള പ്രചരണം നടന്നത്. അന്ന് കോൺഗ്രസ് ആണെങ്കിലും ശരി, CPM ആണെങ്കിലും ശരി വിമർശിച്ച ഒരു CEO ആണ്. ഈ ഉദ്യോഗസ്ഥനെ കുറിച്ച് എനിക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളില്ല കേട്ടോ. പക്ഷേ ഒരു കാര്യമുണ്ട്, രാഹുൽ ഗാന്ധി ഇത്തരം നീക്കങ്ങളെ വിമർശിച്ചത് നമ്മുടെ തൊട്ടു മുന്നിൽ കിടക്കുകയാണ്. ബംഗാളിൽ എന്താ സംഭവിച്ചത്? ബംഗാളിൽ സുവേന്ദു അധികാരി വരുമ്പോൾ മനോജ് അഗർവാൾ എന്ന് പറയുന്ന അവിടുത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസറെ തന്റെ ചീഫ് സെക്രട്ടറി ആയിട്ട് തീരുമാനിക്കുന്നു. സുബ്രതോ റാവു എന്ന് പറയുന്ന SIR വെട്ടിനിരത്താൻ വേണ്ടി നിർദ്ദേശം നൽകിയ അവിടുത്തെ ഇലക്ടറൽ ഓഫീസറെ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി തന്റെ പ്രധാനപ്പെട്ട ഉപദേഷ്ടാവാക്കി മാറ്റുന്നു. അതങ്ങ് ബംഗാളിൽ. അവിടെ സുവേന്ദു അധികാരിയോട് രാഹുൽ ഗാന്ധി പറഞ്ഞ വാചകം ഇതാണ്: BJPയും ഇലക്ഷൻ കമ്മീഷനും തമ്മിലുള്ള ഈ കൊള്ളച്ചന്തയിൽ വലിയ പ്രതിഫലമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നാണ്. വേർഡ് ഇങ്ങനെയാണ്: BJPയും തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായുള്ള കള്ളച്ചന്തയിൽ മോഷണം വലുതാണെങ്കിൽ പ്രതിഫലവും വലുതാണ് എന്നാണ് പറഞ്ഞത്. എന്തിനാണ് ചീഫ് ഇലക്ടറൽ ഓഫീസറെ ചീഫ് സെക്രട്ടറിയായും ഒപ്പം SIRന്റെ ഉപദേഷ്ടാവിനെ മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവായും ബംഗാളിൽ നിയമിച്ചതിനെ രാഹുൽ ഗാന്ധി പറയുന്നു. എന്നാൽ കേരളത്തിൽ അതേപോലെ SIR വെട്ടിനിരത്തുകയും ഈ ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവിൽ BJP സീൽ വന്നു എന്ന് ആരോപണം നേരിടുകയും ചെയ്യുന്ന ചീഫ് ഇലക്ടറൽ ഓഫീസറെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിട്ട് നിയമിക്കുന്നു. ചിലരൊക്കെ അതിന് ന്യായീകരണവുമായിട്ട് വരുന്നു. ടിക്കാറാം മീണെ അന്ന് ഡെപ്യൂട്ടി ചീഫ് സെക്രട്ടറി ആയിട്ട് നിയമിച്ചില്ലേ? ടിക്കാറാം മീണെ നിയമിച്ചത് ഡെപ്യൂട്ടി ചീഫ് സെക്രട്ടറി ആയിട്ടാണ്, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടല്ല. അതിനു മുമ്പുണ്ടായിരുന്ന മാജിയെ കൃഷി വകുപ്പ് സെക്രട്ടറി ആയിട്ട് നിയമിച്ചില്ലേ? അത് മാജിയെ നിയമിച്ചത് അദ്ദേഹത്തിന്റെ സീനിയോറിറ്റി അനുസരിച്ച് കൃഷി വകുപ്പിലെ സെക്രട്ടറി ആയിട്ടാണ്. ഇവിടെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുപ്പിന്റെ ചൂടാറുമ്പോൾ ഒരു കൂൾ ഓഫ് പീരീഡ് കൊടുക്കും മുമ്പ് എന്തുകൊണ്ടാണ് ഖേൽക്കറെ നിയമിച്ചത് എന്ന ചോദ്യവും ഒരു ഭാഗത്ത് ചൂടുപിടിക്കുന്നുണ്ട്. അതൊന്നും വെറും നിഷ്കളങ്കമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ എന്നൊരു വലിയ ചോദ്യമുണ്ട്. ഇതൊക്കെ പണികളായിട്ട് മാറുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. സംഘപരിവാർ അനുകൂല പോർട്ടലിൽ പണിയെടുത്ത ഒരു പത്രപ്രവർത്തകനെ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ആയിട്ട് നിയമിച്ചതും ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചൂടുപിടിച്ച ചർച്ചയായിട്ട് ഒരു ഭാഗത്ത് തുടരുന്നുണ്ട്. അവിടെയും തീരുന്നില്ല. VD സതീശൻ എന്ന പേര് MLA കാലത്ത് MLA ആയി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അത് വെറും VD സതീശൻ, മന്ത്രിയാകുന്ന സമയത്ത് വടശ്ശേരി ദാമോദര മേനൻ സതീശൻ എന്നുള്ളതാണ്. ഈ സോഷ്യൽ ബാലൻസിങ് ആരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയായിരുന്നു എന്ന ചോദ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട്. പണികൾ ഒന്നിന് പിന്നാലെ മറ്റൊന്നായിട്ട് വരുന്നുണ്ട്. അതെല്ലാം നമ്മൾ കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ ഒരു കോൺസ്പിറസി തിയറി ആയിട്ട് നമുക്ക് തള്ളിക്കളയാം. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരമനുസരിച്ച് മന്ത്രിമാരെ തീരുമാനിച്ചതിൽ കളക്ടർമാരെ തീരുമാനിച്ചതിലും കളക്ടർമാരുടെ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട തീരുമാനത്തിലും ഒരു കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നു. ചുരുക്കത്തിൽ പണികൾ തുടങ്ങിയിട്ടുണ്ട്. ആ പണികൾ തുടങ്ങുമ്പോൾ ചില പണികൾ ഏക്കും, ചില പണികൾ ചിലർക്ക് നന്നാവൂല എന്നുള്ളതാണ് ചരിത്രം തെളിയിക്കുന്നത്. ഇവിടെയും അത്തരത്തിലുള്ളൊരു വെല്ലുവിളി നേരിടുന്നുണ്ട് എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു ആത്മാർത്ഥത ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ നിഖിൽ പൈലിയെ പോലെയുള്ള ഒരാളെ DCC അംഗമായി നിയമിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം ഉത്തരവ് വരില്ലായിരുന്നു. മറുഭാഗത്ത് ഒരു കാരണവശാലും ന്യായീകരിക്കാനാവാത്ത വിധത്തിലുള്ള മർദ്ദനമാണ് നേരിടുന്നത്. അങ്ങനെ ഒരു വലിയ രാഷ്ട്രീയ ബോധ്യം ഉണ്ടെങ്കിൽ ധീരജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണം പ്രഖ്യാപിക്കാം. അത് അങ്ങനെ വേണം, അങ്ങനെ വേണമല്ലോ. അതും സംഭവിച്ചിട്ടില്ല. അപ്പൊ പിന്നെ ഇത് ആരെ കളിപ്പിക്കാനാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് പണി തുടങ്ങിയോ എന്ന ചോദ്യത്തിന് പണി തുടങ്ങിയിട്ടുണ്ട്. അത് രാഷ്ട്രീയ പ്രതികാര ബുദ്ധിയുള്ള ഒരു നീക്കമാകാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഈ ഘട്ടത്തിൽ പണി തുടങ്ങിയോ എന്ന ചോദ്യത്തിന് 3 പേരും യെസ് എന്നാണ് ഉത്തരം. Meet the editors.